കാലത്തൊട്ട് ഷാനവാസിന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കിച്ചൺ ടീമിലാണ് ഇത്തവണത്തെ അടി മുഴുവൻ നടക്കുന്നത്. ഈ അടി നടക്കുന്നതിന്റെ ഇടയിൽ കിച്ചണിൽ ഉണ്ടാക്കുന്ന ഫുഡ് എന്താവും എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സമാധാനത്തോടെയും സന്തോഷത്തോടെ നിൽക്കേണ്ട ഒരു സ്ഥലമാണ് കിച്ചൺ എന്നുള്ളത്. അപ്പം ടീമിനോട് പറയാനുള്ള എന്റെ ഒരു റിക്വസ്റ്റ്, വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഇവർക്ക് വേണമെങ്കിൽ അങ്ങോട്ട് മാറി എന്ന് വഴക്കുണ്ടാക്കിക്കൂടെ അല്ലേ? നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പറയാൻ പറ്റും, പക്ഷെ എന്റെ അകത്ത് അന്തരീക്ഷം അവർക്കും ഏറെക്കുറെ എനിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇറ്റ് ഹാപ്പൻസ്. അപ്പം ഷാനവാസ് വന്നിട്ട് ലൈക്ക് കത്തി ചോദിക്കുന്നുണ്ട്. ലക്ഷ്മി ഇന്നലെ കയറിയ ലക്ഷ്മി ആർക്കിടെക്ട്, എനിക്ക് ടു ബി ഫ്രാങ്ക് മേ ബി അയാളുടെ ഫേസ് അങ്ങനെയായിരിക്കും. എക്സ്ട്രീം ആറ്റിറ്റ്യൂഡിന്റെ ഒരു നിറകുടമായിട്ടാണ് എനിക്ക് ലക്ഷ്മിയെ ഫേസ് ചെയ്തത്. ഇന്നലെ വന്നപ്പോൾ തന്നെ ലക്ഷ്മി വന്നിട്ട് നവിനെയൊക്കെ തൂക്കുന്നുണ്ടായിരുന്നു. സോ വന്ന് കയറുമ്പോൾ തന്നെ ഈ കത്തി ജ്വലിക്കുന്നവരൊന്നും ഒരു 2 ദിവസം കഴിയുമ്പോൾ നനഞ്ഞ പടക്കം പോലെ ആവാറുണ്ട്. അത് ഷാനവാസും അക്ബറും പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അപ്പൊ നെവിനായിട്ട് തൂക്കുന്നുണ്ടായിരുന്നു. എന്താ സ്ട്രെയിറ്റ് പറഞ്ഞൂടെ അനുവിനെ പേടിയാണോ എന്നൊക്കെ. സോ ആഫ്റ്റർ ഓൾ അവരവിടെ ഉണ്ടായിരുന്നതാണ്. ഇവര് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വൈബ് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ലക്ഷ്മിയുടെ ഫേസും ആറ്റിറ്റ്യൂഡൊക്കെ എനിക്ക് ഭയങ്കര ഒരു ലൈക്ക് ഒരു ജാട എന്തോ ഭയങ്കര സംഭവം പോലെ എനിക്ക് തോന്നിയുള്ള കാര്യം ഞാൻ പറഞ്ഞാണ്. അപ്പം ഷാനവാസ് എന്നിട്ട് എടി ആ കത്തി അങ്ങ് എടുത്തേന്ന് ലക്ഷ്മിയോട് പറയുന്നുണ്ട്. അപ്പം ലക്ഷ്മി, എടിയോ, എന്നെ എടി എന്ന് വിളിക്കാൻ ആരാണ് നിങ്ങള്? അപ്പം നീ എടിയല്ലേ, എടനാണോ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസും. ആക്ച്വലി ഞാൻ ഇവിടെ ഷാനവാസിനെയാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ഇത്ര 28 ഡേയ്സ് 29 ഡേയ്സ് കഴിഞ്ഞു. അപ്പോ ഷാനവാസ് അവിടെ ഇപ്പൊ തമാശക്കാണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് ഒരു എടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരു 28 ദിവസത്തെ ബന്ധമുണ്ട്. ഇപ്പം ഈ പറഞ്ഞ മാതിരി ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എടി കുഴപ്പമില്ല. ഇത് ഇന്നലെ വന്ന എന്നാലും എടി എന്ന് വിളിക്കുന്നതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ചില ഫ്രണ്ട്സ് ആവുന്നതിന്റെ ഇടയിൽ എടി എന്നുള്ളൊരു വർത്താനം ചിലപ്പോ നേരത്തെ നീ ആരാണ് എടി എന്ന് വിളിക്കാന്ന് ചോദിച്ച ആളുകൾ തന്നെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഫ്രണ്ട്സ് ആയി കഴിയുമ്പോൾ എടി എടാ വിളി അങ്ങ് മിക്സ്ഡ് ആയി പോകും, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. അപ്പൊ പെട്ടെന്ന് ലക്ഷ്മിയെ കയറി വന്ന് ഓരോ എടി എന്ന് വിളിക്കുമ്പോൾ അത് ആർക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട്, എന്റെ പേര് നോക്കി, എന്റെ പേര് ലക്ഷ്മി എന്നാണ്, ലക്ഷ്മി എന്ന് വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അത് ഷാനവാസിന്റെ കയ്യിൽ നിന്ന് പോയി. രണ്ടാമത് ബിഗ് ബോസ് 3 ആപ്പിൾ കൊടുത്തു. ആപ്പിൾ കൊടുത്തതിൽ ഫുഡ് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് ഷാനവാസ് എടുത്ത് അത് മാറ്റി വയ്ക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, അനു ആ കിച്ചൺ ടീമിലുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് ഒരു ആപ്പിൾ എടുത്തിട്ട് പോയി. അവിടെയും വിഷയം ഉണ്ടായി. കാരണം അപ്പൊ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു, ആപ്പിൾ നീ ആരോട് ചോദിച്ചിട്ടാ എടുത്ത് കഴിച്ചേ, ഫുഡ് എന്നോട് പറയണ്ടല്ലോ. അപ്പൊ അനു പറയുന്നുണ്ട്, ഞാൻ കിച്ചണിലുള്ള ആൾക്കാരോട് പറഞ്ഞിരുന്നു. അപ്പൊ അനു ശരിക്കും കിച്ചണിലുള്ള ആൾക്കാരോടല്ല, ക്യാപ്റ്റൻ എവിടെയാണോ അവിടെയാണ് പോയി പറയേണ്ടത്. കാരണം കിച്ചണിലുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തമല്ല ഇത് ചെന്നിട്ട് ക്യാപ്റ്റനോട് പറയേണ്ടത്. അവിടുത്തെ ഫുഡ് ഏതെങ്കിലും മിസ്സായി തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഷാനവാസിനെ കംപ്ലൈന്റ് വരുള്ളൂ. അതിന്റെ ഫ്രസ്ട്രേഷനാണ് ആള് സംസാരിച്ചത്. പക്ഷെ ഷാനവാസ് അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യായിരുന്നു. അനുവിനെ മാറ്റി വിളിച്ച് നിർത്തിയിട്ട് കാര്യം പറഞ്ഞിട്ട് സോൾവ് ആക്കായിരുന്നു. ആഫ്റ്റർ ഓൾ ഫുഡ് അല്ലേ, എല്ലാവർക്കും വിശപ്പുണ്ടാവും. കാരണം ഫുഡും ഡ്രസ്സൊക്കെ ഇത്തവണ ഭയങ്കര ഷോക്കായിരുന്നു. അല്ലെങ്കിലേ ബിഗ് ബോസ് സീസൺ 6 തല്ല് നല്ലതായിട്ട് ഉണ്ടാവുകയും ഫുഡൊക്കെ ചിലപ്പോൾ അങ്ങനെ വയറ് നിറയുടെ മാതിരി കിട്ടിയെന്നൊന്നും വരില്ല. അപ്പൊ അതും ഷാനവാസിന് വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്യായിരുന്നു. പക്ഷെ ഷാനവാസും അനുവും തമ്മിൽ പൊരിഞ്ഞ അടിയായി. ഇതിൽ ഷാനവാസിന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് പരമാർത്ഥം.